പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ ഇപ്രാവശ്യം തണുപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട് 56 കൊല്ലത്തിന് ശേഷമുള്ള 56 കൊല്ലോ 86 കൊല്ലത്തിന് ശേഷം ഫെബ്രുവരിയിൽ. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് അഗ്രികൾച്ചറിനൊക്കെ ബാധിക്കുന്ന പറഞ്ഞു. അത് ശരിയാണ്. കാരണം തണുപ്പല്ലേ, ആ ഒരു സൈക്കിള് ബ്രേക്കാവും. എന്താല്ലേ സൗദിയിൽ പച്ചപ്പും വരുന്നുണ്ടല്ലോ. ഒരു പിന്നെ എന്റെ ബസ്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിന്റെ അത് അപ്രൂവൽ ആയി. ഇപ്പൊ കൊറേ അതിന്റെ പിന്നാലെ നടന്നത്. ബാംഗ്ലൂർ മാത്രം, ബാംഗ്ലൂർ ഫോർത്ത് സെം, പിന്നെ ഫോർത്ത് സെം അവർക്ക് അയച്ചു കൊടുക്കണല്ലോ ഒറിജിനൽ. എന്താന്ന് അറിയില്ല, ഞാൻ അങ്ങനെ അവരോട് വെച്ച് എന്തിനാ നിങ്ങൾക്ക്, കാരണം അവരെന്നല്ലേ എല്ലാം മാത്രം. അപ്പോ അത് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. അല്ല അങ്ങനെയാണെങ്കിൽ അയച്ചു കൊടുക്കേണ്ടത് ബാക്ക്ലോഗ് കൊണ്ട് അയച്ചു കൊടുക്കും. അത് കാരണം ബാക്ക്ലോഗ് എന്തിനാ വന്നതെന്നൊക്കെ ഉള്ളത് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയാ? ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അപ്പൊ ബാംഗ്ലൂരിന് ആരാ ചോദിച്ചത്? ബസ്സാണോ ചോദിച്ചത്? ബസ് ഇവിടുന്ന് മെസ്സേജ് നാപ്പുറമ്മ അടിക്കും. അവിടെ എടുക്കുന്നതിന് കട്ട് ചെയ്തു. நாப்புறமா அடிக்கவா வெளியில வைக்கிறேன். ஓகே ஓகே. இல்ல எனக்கு வரல, நேத்தே வரல அது. இல்ல எனக்கு வரவே இல்ல அது. இல்ல நீ அனுப்பினியா நேத்து? ஓகே ஓகே ஓகே. കോമഡി എന്താണെന്നറിയാം, ഞാൻ വേറെ ഒരു അറ്റസ്റ്റേഷന് വേണ്ടിട്ട് വരെ സൈറ്റിൽ വരെ വെറുതെ നോക്കിയപ്പോ പെർമനന്റ്ലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കണ്. ഏജന്റ്. ഓക്കെ. ഞാൻ സ്വന്തമായിട്ടാ ചെയ്തത്. ആണോ? ഞാൻ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സ്വന്തമായിട്ട്, ബസ്സിൽ ഞാൻ സ്വന്തം അങ്ങനെ അപ്ലൈ ചെയ്തു. ഞാൻ പിന്നെ എന്താന്ന് പറഞ്ഞാല് ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ടി വരുന്നു. ഓൺലൈനിൽ ചെയ്തുകൂടെ? എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. കാരണം എന്റേത് ഭാരതീയർ യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഒരു കൂറ യൂണിവേഴ്സിറ്റി. പക്ഷെ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പേരുണ്ട്, കോയമ്പത്തൂർ. ചെയ്തപ്പോ ഓൺലൈനിൽ സാധനമാണ്. അതും അല്ല, എനിക്കിത് നെറ്റിൽ പോലും ഇല്ല എങ്ങനെ ചെയ്യണമെന്ന്. കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിന്റെ ബസ് ചെയ്യണത് ഞാൻ ചുമ്മാ അതിലടിച്ചു നോക്കിയപ്പോ ബസ് ഇങ്ങനെ ചെയ്യണേ. ബസ് ഓക്കെ, ബസ് പേര് എഴുതിയിരിക്കണൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. വായിച്ചു, കണ്ടു, കുറെ കാശ് കൊടുത്തു, ഇതിലെന്നൊക്കെ പറഞ്ഞ് കുറെ കാശ് കൊടുത്തു. അതൊക്കെ ലെജിറ്റായിട്ട് കൊടുക്കേണ്ട തന്നെ. കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തു, കിട്ടി എന്നുള്ള രീതിക്ക്. സ്റ്റഡീസിന് കൊടുത്തത് അപ്പോൾ കുറെ ടൈം എടുത്തു. അല്ല, സ്റ്റഡീസ് ഞാൻ കോവിഡിന്റെ ടൈമിലാണ് കൊടുത്തതെന്ന് ആലോചിച്ചു. ഞാൻ പീക്ക് സമയത്ത് കൊടുത്തപ്പോഴും എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടിയ 3 മാസം കൊണ്ട് കിട്ടിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറെ റിസ്ക് എടുക്കില്ല. തലവേദനയാണ് ഈ ഗവൺമെന്റ് മീൻസ് ഇങ്ങനെ എഡ്യൂക്കേഷൻ. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷേ എനിക്ക് എന്തോ തലവേദന. നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാല് വരുന്നതിന്റെ ഫെബ്രുവരിയിലാണ് കൊടുത്തത്. അങ്ങോട്ട് വരുന്ന ഏപ്രിൽ അല്ലേ? ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷം ആയ. അതായത് PG പെട്ടെന്ന് അപ്രൂവലായി. ഈ ബാംഗ്ലൂരിന്റെ മാത്രമാണ് PG മാത്രം മതി. എത്രയാ കൊടുത്തത്? എന്തോരം കൊടുത്തായിരുന്നു? പിന്നെ അത് PR-ന്റെ വെറുതെ ചെയ്തിട്ടതാണ്. ആണ്. ഏതാ ഹയർ സ്റ്റഡീസ്? ഏതാ? M.Com മാത്രം ചെയ്താൽ മതി. അല്ല, ഞാൻ രണ്ടും ചെയ്താണ്. ചെയ്യേണ്ട കാര്യമില്ല, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആണോ? ഞാൻ പിന്നെ ചോദിച്ച സമയത്ത് ആരോ പറഞ്ഞ് ഒന്നും കാര്യമില്ല. അയാൾക്ക് മണ്ടത്തരം, വെറുതെ കാശ് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. അത് സാറില്ല. ഏതായാലും നമുക്ക് ഒരു എന്താ ചെയ്തിട്ട് ഇമിഗ്രേഷന്റെ തന്നെ 2 ഇമിഗ്രേഷന്റെ അല്ലേ ചെയ്തിട്ട്? അതെ, കുഴപ്പമില്ല. പക്ഷെ ശരിക്കും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ എന്തിനാണോ ഏറ്റവും ഹയർ ആയിട്ട് പഠിച്ചത് അത് മാത്രം മതി. മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഡിഗ്രി കൊടുക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ പിന്നെ കോഴ്സ് മറ്റേ ഇന്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡിൽ അംഗീകരിക്കല്ല, പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. പറ്റൂല. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയോന്ന് ആർക്കറിയാം? ചുമ്മാ അറിയാം.
ഞാൻ പിന്നെ പ്രസ് ചെയ്തിട്ട് ഞെക്ക് 2-3 പ്രസ് ചെയ്താ ഞെക്കിക്കോ ഞെക്കിയ ഓക്കെ. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊടിയൊന്നും ഇല്ല. ഞാൻ ഇത്ര കരുതിയുള്ളൂ എന്താ രണ്ടും കൊടുത്തതെന്ന് പറഞ്ഞാല് ഇവരിപ്പോ ഇത് അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയ സംഗതിയല്ലേ ബസ്, ഹൈ ടോപ്പ് അല്ലേ. അപ്പൊ നമ്മളെ ബസ് മാത്രമല്ല വേറെ ഉണ്ട്, പക്ഷെ ബസ്സാണ് എല്ലാവരും ചെയ്യുന്നത്. ബസ്സാണ് ഏറ്റവും ടോപ്പ് ബസ് തന്നെ. അത് അതിന്റെ സർട്ടിഫിക്കേഷൻ രണ്ടിനും കിട്ടുകയാണെങ്കിൽ അത്ര നല്ലല്ലേ എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ആ സമയത്ത് ഓടിപ്പായുണ്ടല്ലോ ചെറിയ എമൗണ്ട്, ഈ എമൗണ്ടിന്റെ അല്ല ചിലപ്പോ വിഷയം, അതിലെടുക്കുന്ന തലവേദന ഉണ്ടല്ലോ. ഇപ്പൊ ചിലതെന്തെങ്കിലും പെട്ടെന്ന് അവർ പറയാണ്ട് ഇതൊക്കെ ഞാൻ പറയാന്ന് വെച്ചാല് ഇതൊക്കെ ചെറിയ എമൗണ്ടാണ്. ഇപ്പൊ 500-1000 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഓടിയാ കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കറിയാം ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ എമൗണ്ട് അല്ല. ഞാൻ അതല്ല പറഞ്ഞേ, എന്തെങ്കിലും ഇതിപ്പോ യൂണിവേഴ്സിറ്റി കണ്ടില്ലേ 1 വർഷം അവരിട്ട് കളിപ്പിച്ചത്, അതേപോലെ ഇവരാദ്യം പറഞ്ഞു വേറെ 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 എന്നിട്ട് ഞാൻ ഏജന്റിനെ കുറെ തെറി തന്നെ മാന്യമായ തെറി കേട്ടോ. അതായത് ഒരു 2 മാസം കൊണ്ട് ചെയ്തിരുന്ന പറഞ്ഞേ ഓക്കെ, ഞാൻ പറഞ്ഞു പോയിക്കോട്ടെ 3 മാസം കൊടുക്കാം. എന്നിട്ട് 1 വർഷം കൊണ്ടാണ് ഇതിപ്പം ബാംഗ്ലൂരിന് മാത്രം. മറ്റേത് 2 മാസം കൊണ്ട് അപ്രൂവൽ ആക്കി കടത്ത് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ചെക്ക് ചെയ്യുമ്പോ ഇവർ പെർമനന്റ്ലി ക്ലോസ്ഡ് ആക്കിയിടല്ലോ. അപ്പൊ അന്ന് ആലോചിക്കുക, ഇത് വീണ്ടും ഡിലേ. ഇതൊക്കെ ഒരു എന്താ പറയാ ഞാണുമ കളിയാ ശരിക്കും പോയത്. ഇവിടുന്ന് ഒരാള്, ഞാൻ ഇങ്ങനെ വെറുതെ നാട്ടിലൊരാളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ് മൂപ്പൊരു റിലേറ്റീവ് ലണ്ടനിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എടുത്താക്കാൻ പറ്റുമോ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കാന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള ആളിനോട് വെച്ച് പോസ്റ്റ് അയച്ചു കൊടുത്തൂടെ ചോദിച്ചു. അപ്പോഴെനിക്ക് ഓടിയത് അന്ന് തന്നെ പോസ്റ്റ് അയച്ചു കൊടുത്ത് പിറ്റേന്ന് വലിയ വിലല്ല. മറ്റേത് വേറെ ടൈമും കാര്യങ്ങളും 90 രൂപ അല്ല. പോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടോ $24. അത് ട്രാക്കിംഗ് ഉള്ള ട്രാക്കിംഗ് ഇല്ലാത്ത സത്യം പറഞ്ഞാൽ ട്രാക്കിംഗ് ഇല്ലാത്തതാണെങ്കിലും ഓക്കെയാണ് സീരിയസ്ലി. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതേപോലെ സർട്ടിഫിക്കറ്റ് അല്ലേ, അതൊക്കെ പോയി കഴിഞ്ഞാല് തലവേദന എടുത്ത്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാനാണെങ്കിൽ അതും അത്ര വില പോലും ഇല്ല. നാട്ടില് കുറവാ, 900 രൂപ. 900 രൂപ എന്റെ വാപ്പ അയച്ചതാ. ഞാൻ ബാങ്കിന്റെ ഡീറ്റെയില് വാപ്പ ട്രാക്കിംഗ് ഇല്ലാണ്ട് അയച്ചു ഇങ്ങോട്ട്. പുള്ളി ബാങ്കിന്റെ ലോണിന്റെ പേപ്പർ അത്. പുള്ളി പറഞ്ഞു ഞാൻ എന്തിനാ ട്രാക്കിംഗ് വെച്ചേക്കുന്നു, വെറുതെ കാശും കൊടുത്ത് എന്തിനാ. അത് ഞാൻ പറഞ്ഞു ശരിയാ കുഴപ്പമൊന്നുമില്ല. വിത്തിൻ കുറച്ച് ദിവസം കൊണ്ട് വന്നു, 2 ആഴ്ച കൊണ്ട് എന്തോ വന്നു. അത് അവിടുത്തെ ടൈം എടുക്കുമല്ലോ. ഇവിടെ നിന്ന് ഞാൻ തിരിച്ചയച്ചപ്പോ $24 ഒരു ട്രാക്കിംഗ് ഉള്ളത് എടുത്ത്. $24 ആയിട്ടുള്ളൂ. $24 വിത്ത് ടാക്സ് എല്ലാം. എന്ത് പൊട്ടത്തര. ഇവിടുന്ന് അല്ല ലെറ്റർ അല്ലേ, വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതെ, നമ്മൾ ഇവിടുന്ന് ലണ്ടനിലേക്ക് അയക്കണമെങ്കിൽ ലണ്ടൻ തന്നെ അടുത്ത ഇതല്ലേ, അവിടേക്ക് അയക്കണമെങ്കിൽ 24, നാട്ടിലേക്ക് അയക്കണമെങ്കിൽ 24 അല്ലേ. അല്ല എങ്ങനെ പോയാലും നമ്മൾ ഫ്ലൈറ്റിലല്ലേ പോണേ. എന്ന് വെച്ചാല് അങ്ങനെ ഫ്ലൈറ്റിലാ പോണേ സാധനം. അങ്ങനെ ആ ഒരു ഇതുണ്ടോ. ഇവിടുന്ന് ലണ്ടനിലേക്ക് ഫ്ലൈറ്റോ? എങ്ങനെ ലണ്ടൻ എന്ന് പറഞ്ഞാല് UK അല്ല, ഇവിടുത്തെ ലണ്ടന്. ഇവിടുത്തെ ലണ്ടനില് എനിക്ക് തോന്നുന്നില്ല അത്രയും 24 ആയി. 18-ഓ 24-ഓ ട്രാക്കിങ്ങിനായിരിക്കണം. ട്രാക്കിങ്ങിനാണ്. അതെ, ഫ്ലൈറ്റ് അല്ലായിരിക്കും അത്. ഫ്ലൈറ്റ് അല്ല. അല്ല പക്ഷെ ഫ്ലൈറ്റ് ഉണ്ടാവും കേട്ടോ.